ഹലോ ഫ്രണ്ട്സ്, മീ വ്ളോഗ്സ് ബൈ സൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം കൃഷിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ കുറച്ച് ദിവസത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്തെന്ന് മനസ്സിലായാൽ, ഞാൻ കുറേ വാഴയും കുറച്ച് മരച്ചീനി, അതായത് നമ്മുടെ തിരുവനന്തപുരത്തും ഭാഷയിലൊക്കെയാണ് മരച്ചീനി എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ചീനി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു സംഭവമാണ് ഈ നട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ വെറുതെ ഇങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു ഐഡിയ, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയാലോ എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് വന്നതാണ് കേട്ടോ. ഇത് പയർ തൈയാണ്. നമുക്ക് ഒരുപാട്, അതായത് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് നീളമുള്ള 8 മണി പയറോ അങ്ങനെയൊക്കെ പറയുന്ന ആ പയറിൻ്റെ വിത്താണ് മുളപ്പിച്ച് ഇത് ഒരു 1-2 ആഴ്ച വളർച്ച എത്തിയ പയർ തൈയാണ് കേട്ടോ. അപ്പോൾ അതിനെ കൊണ്ടുവന്ന് നമ്മൾ ഈ ഒരു ലെവലിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പൂർണ്ണ വളർച്ച എത്തി പയറൊക്കെ കായ്ക്കുന്ന സമയത്ത് ഒരു വീഡിയോയും കൂടി എടുത്തിടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ആദ്യമേ, അപ്പോൾ 2-3 ഐറ്റം കൂടി ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇത് പേരെന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ കുറേ നാളുകൾക്ക് മുമ്പേ ഉണ്ടായിരുന്നതാണ്, ഒരു 6-7 മാസം മുമ്പൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇല നല്ല ഔഷധ ഗുണമുള്ള ഒരു സംഭവമാണ്. ഇതിനെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചൊക്കെ നമ്മൾ ദിവസം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ദഹനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാൻ നല്ലതാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും വല്ലപ്പോഴൊരിക്കൽ ഞങ്ങളത് ആ ഇലയിട്ട് തിളപ്പിച്ച് കുടിക്കുന്നുണ്ട്. പിന്നെ ഈ ചെറിയ ചെറിയ ചെടികളും എന്താ പറയുക, ഈ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ചെറിയ ചെറിയ ഐറ്റംസ് എൻ്റെ വീട്ടിൻ്റെ ചുറ്റുമുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഈ സംഭവത്തിൻ്റെ പേര് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ഈ ചെടിയുടെ പേര്. ഇത് ജലദോഷത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പ്രസവിച്ചതിന് ശേഷമുള്ള സ്ത്രീകൾക്ക് ഈ മാവൊക്കെ ഇടിച്ചും കുറുക്കിയൊക്കെ കൊടുക്കില്ലേ, അപ്പോഴും ഈ ഇലയും കൂടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ വേരൊക്കെ ഇട്ട് തിളപ്പിച്ച് കുടിച്ചാൽ നമുക്ക് ജലദോഷം പനിയൊക്കെ മാറുന്ന ഒരു സംഭവമാണിത്. ഇത് എന്നിട്ട് ചാമ്പയ്ക്ക, അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ജാമ്പയ്ക്ക പച്ചയാണോ ചുവപ്പൊന്നും ഞങ്ങൾക്കറിയില്ല. വെള്ളയുണ്ടല്ലോ, വെള്ളയോ ചുവപ്പാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും നട്ട് വെച്ചിട്ടുണ്ട്. സംഭവം പൊടിക്കുമ്പം കാണാം. ഇത് കുറേ വർഷമായ ഒരു സംഭവമാണ് ഇത്. പച്ചമുളകായിരുന്നു. അത് അതിൻ്റെ കാലപ്പഴക്കം ചെന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ ഇനി അതും വേറെ വിത്തൊക്കെ ഇട്ട് പൊടിപ്പിച്ചാലേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ കാണുന്ന സംഭവം ജാമ്പയ്ക്കയാണ്. ജാമ്പയ്ക്കല്ലല്ലോ, ബോഞ്ചിക്ക. ഈ ബോഞ്ചിക്ക എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നത് എനിക്ക് അതിലും അറിയില്ല. ഞങ്ങളുടെ എല്ലാവരും ബോഞ്ചിക്ക എന്ന് പറയുന്നത്. അതിനകത്തുള്ളത് ഒരു മഞ്ഞ കറുപ്പും കൂടി ചേർന്ന ഒരു കുരുവാണ്. ഇതിൽ പഞ്ചസാരയൊക്കെ ഇട്ട് ജ്യൂസൊക്കെ ആയിട്ട് അടിച്ച് കുടിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പണ്ടേക്കുള്ള ഒരു സംഭവമാണ് ഈ പുളിച്ചിക്ക. ഇതിൽ എല്ലാ സീസണിലും എല്ലാവരുടെ വീട്ടിലും വല്ല 6 മാസം കൂടുമ്പോഴത്തേക്കൊക്കെയാണ് ഇത് കായ്ക്കാറുള്ളത്. പക്ഷേ എൻ്റെ വീട്ടിൽ മിക്ക സമയത്തിലും ഇതിൽ കായ്ഫലം ഉണ്ടാവും. കാരണം എപ്പോഴും പുളിച്ചിക്ക നിൽക്കും. പുളിച്ചിക്കയിൽ ഇത് ഇപ്പോൾ ആണെങ്കിൽ പൂക്കൾ മാത്രം നിൽക്കുന്നുണ്ട്. എന്നാലും ഞങ്ങൾക്ക് ആവശ്യമുള്ള പുളിച്ചിക്ക ഇതിൽ നിന്ന് കിട്ടും. മീനിലിടാൻ വേണ്ടിയിട്ടായാലും കറി വയ്ക്കാനായിട്ടായാലും ഞങ്ങളുടെ നാട്ടിലുള്ള മിക്ക ആൻറ്റിമാരും ഇവിടെ വന്ന് ഈ പുളിച്ചിക്ക പറിച്ചുകൊണ്ട് പോകാറുണ്ട് മീനിലിടാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇതെപ്പോഴും കായ്ക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. വർഷത്തിലൊരിക്കൽ മാത്രം കായ്ക്കുന്ന മരം അല്ല ഈ സംഭവം. എല്ലാ പ്രാവശ്യവും നമ്മളെ വീട്ടിൽ എപ്പോഴും വന്നാലും ഇതിൽ ഒരു കായെങ്കിലും ഉണ്ടാവും. അങ്ങനൊരു സംഭവമാണ്. പിന്നെ വെറുതെ കുറച്ച് ചെടികളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. ജമന്തിയാണ്. അത്തപ്പൂക്കളൊക്കെ ഇടുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു വില നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരു 3 പൂ വാങ്ങുമ്പം തന്നെ ഒരു 50 രൂപ ഒരു റേറ്റ് ഇടും. അപ്പോഴാണ് നമ്മുടെ വീട്ടിലെ ഈ ജമന്തിക്ക് ഇത്രയോ ഒരു വില ഉണ്ടെന്നുള്ള നമ്മൾ അറിയുന്നത്. പിന്നെ 1-2 റോസ തൈയുണ്ട്. അത് എന്താ പറയുക, വെള്ള കളറൊക്കെയാണ്. പിന്നെ 2-3 തൈകൾ ഞാൻ നട്ട് വച്ചിട്ടുണ്ട്. ഇതിന് പൊടിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ചെടിയാണ്. ഈ ചെടിയുടെ പേരൊന്നും എനിക്കറിയില്ല. 2 കളറുണ്ട് കണ്ടോ, ഈ 2 കളറേ ഉള്ളൂ. ഒരുപാട് ചെടിയും ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല. എന്തായാലും ഈ മരച്ചീനിയൊക്കെ ഈ പയറൊക്കെ ഒന്ന് നട്ട് പിടിപ്പിച്ച് ഒരു തക്കാളി തൈ ഉണ്ടായിരുന്നു കേട്ടോ, എവിടെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഇത് ചീര എന്നാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ കോഴിപ്പൂ എന്നൊക്കെയാണ് പറയുന്നത്. പണ്ട് പോലെ എനിക്ക് അങ്ങനെ അറിയാവൂ. അതിൻ്റെ ഒരു ചെടിയാണ്, ചീരയല്ല അത്. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടും ഒരു പയർ തൈ നട്ടുവളിപ്പിച്ചിട്ടുണ്ട്. അത് വന്നിട്ട് കണ്ടാൽ വളർന്ന് അത് മുകളിലോട്ട് പോയി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കായ്ഫലമൊക്കെ വരുന്ന സമയത്ത് ഒരു വീഡിയോയും കൂടി ചെയ്തിടാം. പിന്നെ അടുത്ത വീട്ടിലും അപ്പുറത്തെ തോട്ടത്തിലുമായിട്ടൊക്കെ ഒരുപാട് വാഴയും കൃഷിയും അതിൻ്റെ ഗ്രാമഭംഗിയുണ്ടോ. ഇതൊക്കെ ഇന്ന് വെറുതെ ഇരുന്നപ്പോൾ ഈ ഒരു വീഡിയോയും കൂടി ഇടാമെന്ന് വിചാരിച്ചതാണ്. കണ്ടല്ലോ അല്ലേ. ഇത് അവിടെ നിന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്.
ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ കൃഷിയുടെ എൻ്റെ ഈ വലിയ അധ്വാനത്തിൻ്റെ ഫലം അടുത്തൊരു വീഡിയോയിൽ ഞാൻ ചെയ്യും. ഇതൊക്കെ ഒന്ന് ഫലപുഷ്ടി ആയതിന് ശേഷം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. നമ്മുടെ വിഷമൊക്കെ നിറഞ്ഞ ഒരു ആഹാര രീതിയിൽ നിന്ന് സ്വന്തമായിട്ട് അധ്വാനിച്ച് കഴിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ വീഡിയോ ചെയ്തത് കേട്ടോ.